അടിച്ച് ഗായ്സ്, അടിച്ച് രണ്ടാമത്തെ മാർക്കറ്റിൻ്റെ ഈ ടൈമിങ് വേരിയേഷൻ ഒന്നും പറയണ്ട. അയ്യോ 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 ഒന്നും പറയണ്ട ഗായ്സ്, ഒന്നും പറയണ്ട. കാടാകോട് പോയി കേട്ടാ, മെയിൻ സൈറ്റില്ല. ടൈമേ മാറി കേട്ടാ. ഇപ്പോഴത്തെ 6 മണിക്കൊക്കെ ആവണം മൂവ്മെന്റ്. 3:30 ഉണ്ടായിരുന്നത് 6 മണിക്കാവണം. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഉള്ള മൂവ്മെന്റ് അതേ നമുക്ക് ടൈം നോക്കിയിട്ട് കയറിയാൽ. കുറെ ദിവസം കണ്ടിന്യൂ വർക്കായിരുന്നു. ഈ 4:30-ക്ക് 3:30 ഉണ്ടായിരുന്നത് 4:30-ക്കായി, 4:30 ഉണ്ടായിരുന്നത് ഇപ്പൊ 6 മണിക്ക്. എല്ലാം ഘടിപ്പിച്ചിട്ട് എത്ര മണിക്ക് സത്യം പറഞ്ഞാൽ അത് തന്നെ നോക്കേണ്ടത്. 6 മണിക്ക് തന്നെ നോക്കേണ്ടത്. അതിനിപ്പോ നോക്കിയിട്ട് കാര്യമില്ല. അടുത്തെന്ന് പറഞ്ഞാൽ ഇൻലെറ്റിന്റെ ചേമ്പറിന്റെ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. എഞ്ചിനീയറിനെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഓപ്പൺ ചെയ്യും. ലൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇറങ്ങട്ടെ. ഞാൻ കോൾ വന്നതിന് ശേഷം ഓപ്പൺ അതനുസരിച്ച് പറഞ്ഞിട്ടാണ് ചെയ്യുക. പിന്നെ അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റും. ഒരു 7 മണിക്കാകുമ്പോൾ അതിൻ്റെ പ്രഷർ ഒന്ന് കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, അതാണ് പ്ലാൻ. ഇപ്പം കൺട്രോൾ ചെയ്യണതിൽ പ്രഷർ കുറവാണ്. പ്രഷർ പറഞ്ഞതനുസരിച്ച് ഒരു 7 മണിക്ക് വന്നിട്ട് വെച്ച് പോട്ടിന് റെഡിയാക്കി കേട്ടാ. അടുത്തുള്ള പ്ലാനെന്ന് പറഞ്ഞാൽ ലെവൽ ഒരു താവണമ്പോൾ 2 മീറ്റർ അടുപ്പിച്ചാകുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യാണ്ട്. വേറെ വലിയ പ്ലാനൊന്നുമില്ല. ഇത് കഴിക്കാൻ പോവുക. എന്ത് പറയാനാ. അയ്യോ, ഇതും കഴിച്ചിട്ട് പോയി കിടന്നങ്ങ് ഉറങ്ങണം. ഗുഡ് മോർണിംഗ്. എണീറ്റേ ഉള്ളൂ, ഒന്നും പറയണ്ട. റൈസ് റെഡിയാക്കണ്, കറിക്ക് വേണ്ടിയുള്ള ഓക്കെ ഉണ്ടാക്കണം. ഇനി പോയി ഒന്ന് ഡ്രസ്സും മാറട്ട്, അപ്പോഴത്തേക്ക് റൈസ് റെഡിയാവും. കുടിക്കാൻ പോകണം കേട്ടോ. ഡ്യൂട്ടിക്ക് ടൈമായി. ഇതും കുടിച്ചിട്ട് അങ്ങ് കയറണം. പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് മേലിൽ കയറി കിടക്കും. അതൊന്ന് തത്തണം. മണ്ടേ കയറി പോയിട്ട് വെച്ചിട്ട് വേറെ പരിപാടിയൊന്നും. മണ്ടേ നിന്ന് തത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ പോയി ക്ലോറിനേഷൻ്റെ അവിടെ പോകണം. ഇവിടെയും കുഴപ്പമില്ല. ക്ലോറിനേഷൻ്റെ അവിടെ ബേസ് കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ്. കുറച്ച് ഇൻലെറ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ ഇനിയിപ്പോൾ ചെയ്യും. വട്ടാക്കണയാണ് ഗായ്സ്. ഫുള്ള് അപ് ട്രെൻഡ്, ഒന്നും പിടിയില്ല. രാവിലെ വന്നാൽ കിട്ടും, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. രാവിലെ എടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് പോകുന്നത്. പോണാട്ടോ. അയ്യോ അയ്യോ ഗായ്സ്, പ്രൊട്ടസ്റ്റൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. റിപ്ലൈക്ക് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇന്ത്യ അങ്ങനെയാടാവോ, ഇന്ത്യ അങ്ങനെയാ. സ്വന്തം കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവന്മാർ കുട്ടിച്ചോറാക്കി കളയും. പറയില്ലടാ, നന്നാവൂലടോ. ഞാൻ അടുത്തിരിക്കുന്നതിനും ഇങ്ങനെയല്ല എന്തൊരു ഉറപ്പുണ്ട്. ഇതിനേക്കാളും നല്ലതായിരുന്നു പണ്ട് രാജാവ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ. സുഖമായിരുന്നു. അവൻ്റെ മോന് കൊടുക്കാൻ വേണ്ടി വാടിപ്പൊളിയായിട്ട് വെച്ചിരിക്കുമായിരുന്നു. ഇതില്ലെന്ന് തോന്നണം, സ്വന്തം അടിപൊളിയായിട്ട് വെച്ചിരിക്കുമായിരുന്നു. ഇപ്പോഴത്തെ ടെക്നോളജിയുടെ ബേസിലും പണ്ടത്തെ പോലെ എന്തായാലും ആവൂലല്ലോ. പണിഷ്മെന്റ് ചെയ്യുന്നതിന് തലയാ കയ്യാ അങ്ങോട്ടണം, സുഖം പറഞ്ഞ് കണ്ടവനെ പിണ്ടവനെ പിടിച്ച് വെട്ടിക്കഴിഞ്ഞാൽ രാജാവിനെ തന്നെ അങ്ങോട്ടും. എന്നാലേ നന്നാവുള്ളൂയിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെപ്പറ്റി പറഞ്ഞിട്ടേ കാര്യമില്ല. പറഞ്ഞിട്ട് നമ്മൾ വേസ്റ്റ് ഓഫ് എനർജിയാണ്, വേസ്റ്റ് ഓഫ് എനർജി. ഇനി പമ്പ് റൂം ഒന്ന് പോയി ചെക്ക് ചെയ്യാം. കുഴപ്പമില്ല കേട്ടോ, ഡൊണേഷനിലൂടെ കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം കുഴപ്പമില്ല. ഭയങ്കര ഫണ്ണി ടോക്ക് ആയിരുന്നു കേട്ടോ. എന്നെ എടുത്തിട്ട് കളിയാക്കി കൊന്നുകൊണ്ടിരുന്നു രണ്ടുപേരും. ഒമാനിയും ഓപ്പറേറ്ററും പിന്നെ കൂടെ ഉള്ളവനും കൂടുതൽ കഴിക്കണം എന്ന് പറഞ്ഞ് കളിയാക്കി കൊല്ലലായിരുന്നു.
നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇനി അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോയി കമ്പ്യൂട്ടർ ഒന്ന് ചെക്ക് ചെയ്യണം, പിന്നെ അനാലിസിസ് നോക്കണം. പൈസ കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അനാലിസിസ് നോക്കും. അത് തന്നെ കമ്പ്യൂട്ടർ ഓക്കെയാണ്. സൈഡ് ബൈ സൈഡ് നിൽക്കുകയാണ് കേട്ടോ മാർക്കറ്റ്. അല്ല, ഇനി അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ്, അനാലിസിസ്, കോൾ പറഞ്ഞെങ്കിൽ ചെക്ക് ചെയ്യുക. അതെ, വേറെ പരിപാടി ഒന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.